അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ചെയ്യാൻ പോണത്. രാവിലെയോ അതല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തോ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറും 5 മിനിറ്റിൽ കണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭംഗി. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനോട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ നേന്ത്രപ്പഴം തന്നെയാണ്. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 മതിയാവും. ഇതുപോലെ ചെറുതാണെങ്കിൽ നമുക്ക് ഒരു 3 എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കനുസരിച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടും ഇത് റെഡിയാക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈവനിങ്ങിൽ ഇതുപോലൊരു പലഹാരവും ഒരു ചായയും കിട്ടിയാൽ മാത്രം മതിയാവും. വയറും മനസ്സും ഒരുപോലെ നിറയും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ 3 പഴം എടുത്തുകൊണ്ട് എനിക്കിവിടെ 3 പഴം വേണ്ടി വരും കേട്ടോ. 3-4 മുട്ടയ്ക്ക് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഫില്ലിങ്സോട് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മുട്ട നമുക്ക് ആവശ്യമാണ്. ഓരോ പഴവും ഇതാ ഇതുപോലെ കനം കുറച്ച് 4 ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു റെസിപ്പി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അതിലേറെ സിമ്പിളാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കിയാലും അവർക്ക് പറ്റൂല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പീസ് അവർ കൊടുക്കുകയാണെങ്കിൽ വയറ് നിറച്ച് അവർ കഴിക്കുകയും ചെയ്യും. മക്കൾക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനും ഒക്കെ പറ്റും. ഞാനിതവിടെ 4 പഴവും ഇതുപോലെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നെരിയിച്ചെടുക്കണം. നെരിക്കുക എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഒന്ന് ചെറുതായിട്ട് നെയ്യിലൊന്ന് മൊരിയിക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറെടുത്തിട്ട് അതിലോട്ട് 3 മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 3 പഴം എടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ 3 മുട്ട എടുത്തത്. പിന്നെ ഞാനൊരു 2 ഏലക്ക, അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. പഴം അത്യാവശ്യത്തിന് മധുരം ഉണ്ടല്ലോ, ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് മധുരം ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരണം. പെട്ടെന്ന് മിക്സിയിലെടുത്തിട്ട് അടിച്ചിട്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ. ഒരു 2 മിനിറ്റെങ്കിലും ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ നല്ല പതഞ്ഞ് പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഏതെങ്കിലും ഒരു പാൻ എടുത്തുനിന്ന് ചൂടാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. മറ്റേത് അടിയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ടും കൊളായി പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള പാൻ തന്നെ വേണമെന്നില്ല. നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കണ ആ ഒരു പാത്രം മതി കേട്ടോ. ഒരുപാട് കട്ടിയും കനമൊന്നും ഉണ്ടാവില്ല ഈ ഒരു പലഹാരം. അപ്പോൾ അതാ ഞാനൊരു കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരികയാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി കേട്ടോ. അണ്ടിപ്പരിപ്പ് കയ്യിലില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിന് പകരം എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിലക്കടല ഉണ്ടാവാം, അതുപോലെ തന്നെ പിസ്ത, ബദാം ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇതൊന്നും ഇപ്പോൾ ചേർത്തോളണം എന്നില്ല, പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയും കൂടി ഇതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്കും തന്നെ വലിയൊരു പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ മുന്തിരിയും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് തന്നെ കുറച്ച് തേങ്ങ. അപ്പോൾ തേങ്ങ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. തേങ്ങ ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കണം. അപ്പോഴാണിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഏകദേശം ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചെറുകിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇതൊരുപാട് കളർ ചേഞ്ച് ആവുകയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമല്ലോ, നമ്മൾ വറുക്കുന്ന സ്മെല്ല്. ആ ഒരു സ്മെല്ല് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ തേങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പഴത്തിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു പഞ്ചസാരയും പിന്നെ നമ്മുടെ ആ മുട്ടയുടെ ആ കൂട്ടിലും പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് മധുരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേറെ ഒന്നുകൂടി മധുരം വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടൈമിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അങ്ങനെ തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു പാനിലോട്ട് തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്കിവിടെ വന്നത് 1.5 ടീസ്പൂൺ നെയ്യിലാണ് കേട്ടോ ഈ ഒരു പലഹാരം നമ്മൾ ചെയ്യുന്നത്. ഒരുപാടൊന്നുമില്ല, പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഇത് ഒത്തിരി ടേസ്റ്റ് ആവണത്.
നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഞാനിതാ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, ഈ ഒരു പഴം ഇതിലൊന്ന് ഇതാക്കിയെടുക്കുകയാണ് കേട്ടോ, ഒന്ന് ബ്രൗൺ കളർ ആക്കിയെടുക്കുകയാണ്. അങ്ങനെ ഇത് നെയ്യിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു പലഹാരത്തിന്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം, സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് ഒന്നുകൂടി നെയ്യാണ്. അപ്പോൾ നെയ്യിൽ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. കയ്യിലുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ കളറൊക്കെ ഇതാ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നൈസായിട്ടാണുള്ളത് കട്ട് ചെയ്തത്. അപ്പോൾ അത് വാടി ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ഒന്ന് നോക്കണം കേട്ടോ. എടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ എടുക്കാം. ഇനി ആ ഒരു ചട്ടിയിൽ തന്നെ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. ആ ഒരു നെയ്യിലോട്ട് തന്നെ ബാക്കിയുള്ള പഴം കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവണവരെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലൊക്കെ പഴത്തിലോട്ടൊക്കെ കയറുന്ന രീതിയിൽ സാവധാനം ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒരു 3 പഴം വെച്ചിട്ട് ആദ്യത്തെ ട്രിപ്പ് ചെയ്തിട്ട് ആ റെസിപ്പി കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം വേറെ ചെയ്യാൻ കേട്ടോ. മറ്റേത് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അടി പിടിക്കും, അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 3 പഴം വെച്ചിട്ട് ആദ്യത്തെ റെസിപ്പി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു പാനിൽ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറേ സമയമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അത് രണ്ടാമത്തതും നമ്മളിത് ഇതുപോലെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് പഴം പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ. ബാക്കി ഇതാ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചട്ടിയിലോട്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പാൻ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ 2 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, മുട്ടയും പഞ്ചസാര ഏലക്ക, അത് ഒരു 1/4 ഭാഗം ഒരു ഇത്തിരി കേട്ടോ, ഒരുപാട് ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കണ്ട. തീ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് പോകാൻ പാടില്ല. നമുക്ക് ഈ ഒരു പഴം ഇതിൽ വെച്ചിട്ട് ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം കേട്ടോ, ഇതുപോലെ. അപ്പോൾ ആദ്യം തന്നെ ഒന്നെങ്കിൽ ഗ്യാസ് ഓഫാക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഓരോ പഴം നമ്മളിതാ ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന പാനിനനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ. ചെറിയ പാനാണെങ്കിൽ ചിലപ്പം ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാൻ കഴിയില്ല, അപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സാധാരണ ഒരു പാനിലൊക്കെ ഇത് കൊള്ളു കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് കണക്കോ അളവോ ഒന്നും പറയണില്ല കേട്ടോ. അത്യാവശ്യം കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് കിട്ടുമ്പോൾ നല്ല രുചിയാണല്ലോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതവിടെ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് ഏത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ചിറ്റിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ സൈഡിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ വറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇട്ട് കൊടുത്തില്ല എന്ന് കരുതി ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ കിട്ടുമ്പോൾ അതൊരു രുചി വേറെ തന്നെയാണ്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെക്കരുത്. ഒന്നുകിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു 5 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ മുട്ട മാത്രമേ മിക്സിയിൽ അടിച്ചിട്ടുള്ളൂ, അതിൻ്റെ കൂടെ മൈദ മാവോ യാതൊരു പൊടിയും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മുട്ട എത്രത്തോളം അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് ഉള്ളൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്, കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ആ ഒരു മുട്ടൻ്റെ ആ ഒരു കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ പഴമൊന്ന് വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ എല്ലായിടത്തും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള നമ്മൾ ഈ ഒരു മുട്ടൻ്റെ കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതിൽ മുട്ടൻ്റെ സ്മെല്ലുണ്ടാവുമോ അങ്ങനെയൊന്നും ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ഏലക്കയൊക്കെ ചേർത്തത്. അതുകൊണ്ട് തന്നെ ഇതിലൊട്ടും മുട്ടയുടെ സ്മെല്ലൊന്നുമില്ല. ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ അടിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതും 3 പഴം വെച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ വെറും 1 or 2 ഒക്കെ ആൾക്കാരെ ഉള്ളൂ, കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 പഴം ഒരു 2 മുട്ടയൊക്കെ വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം 2 ലെയർ അത്യാവശ്യം വലിയ പാനാണ് നല്ലോണം നിരത്തി പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എന്തായാലും അവർക്ക് നല്ല വിശപ്പുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ ഒരു പീസുമ്മിലൊന്നും ആരും ഒതുക്കൂല കേട്ടോ. നമ്മൾ ഉമ്മമാരെന്താ ചെയ്യുക, പെട്ടെന്ന് മക്കളെ വിശപ്പണ് മാറട്ടെ എഴുതിയിട്ട് മുഴുവനായിട്ട് എടുത്ത് കൊടുക്കും. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും ഒരു കഷ്ണം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. ബാക്കി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് വെന്ത് വരാൻ. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. അതിൻ്റെ ആ മുകൾ വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും, കണ്ടല്ലോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ വേവാവാത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ കിടന്നിട്ട്, മുട്ടയല്ല പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുമല്ലോ, ഒക്കെ വെന്ത് കിട്ടാനൊരു സമയം കൊടുക്കണം. അപ്പോൾ അത് അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലോണം മൊരിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. മാഷാഅല്ലാഹ്, കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളി. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ എത്ര കഴിച്ചാലും മതി വരില്ല എന്നൊക്കെ പറയാമല്ലോ. അതിൽ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. ആ മുട്ടയുടെ സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ മെയിനായിട്ട് ആ ഒരു നേന്ത്രപ്പഴവും തേങ്ങയും അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ. അങ്ങനെ എല്ലാവരും കാണും ചെയ്യട്ടെ. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ചെയ്യട്ടെ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കറ പോലെയുള്ള ശരിക്കും പഴുക്കാത്ത പഴം ഉണ്ടല്ലോ, അതെടുക്കരുത് കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ പഴുത്ത പഴം വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് ഒന്നുകൂടി രുചി. ഈ ഒരു കറ ചുവയ്ക്കുന്ന രീതിയിൽ നല്ലോണം പഴുക്കാത്ത പഴമൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഇതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഞ്ചസാര അതിൽ ചേർക്കണം. നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. അത്യാവശ്യത്തിന് മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം സ്മൂത്തായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. എത്രത്തോളം സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പെരുന്നാളൊക്കെ ആയി, പെരുന്നാൾക്കൊക്കെ ഗസ്റ്റൊക്കെ വരാനുള്ളവർ ഇതുപോലെയൊക്കെ ഒരു നല്ലൊരു അടിപൊളി പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. പായസം ഉണ്ടാക്കുന്നവരുണ്ടാവും, ഡിസേർട്ട്സും പുഡിങ്ങൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഒരു അഭിനന്ദിക്കൂട്ടോ, അത്രയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലോട്ട് ചേർത്തിട്ട് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫസ്റ്റ് ലെയറിൽ ആ ഒരു തേങ്ങയും പഴവും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു മുട്ടൻ്റെ ഫസ്റ്റ് മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലായിട്ട് നന്നായിട്ട് പഴം ഒട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്യാസ് ഓഫാക്കണം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ പഴം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, കാണാനൊക്കെ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. നമുക്കിതൊന്നും എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. ഇത്രയും രുചി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പലഹാരത്തെപ്പറ്റി ഞാൻ തന്നെ അങ്ങനെ പുകഴ്ത്തി പറയുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റിയാണെന്ന്. അപ്പോൾ അതാ തേങ്ങൻ്റെ അളവൊക്കെ കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടിക്കുമ്പോൾ ഒരു തേങ്ങയും നട്ട്സും ഒക്കെ കൂടിയിട്ട് അപാര രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരിക. ഒപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും.
അപ്പോൾ അവരൊക്കെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നെക്കിക്കൊടുക്കി. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.